ഹായ് എവ്രിവൺ. നിങ്ങളൊരു കേരള PSC ടീച്ചിങ് ആസ്പിരൻ്റ് ആണോ? എപ്പോഴും ജോലി ആയില്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് നിങ്ങൾക്കില്ലേ? പുള്ളിയെ കാണുവാണെങ്കിലേ ഈ വീഡിയോ നല്ല ഫുൾ സൗണ്ടിൽ പുള്ളിയുടെ മുന്നിൽ വെച്ചൊന്ന് പ്ലേ ചെയ്തു. പിന്നെ മാമ, നമ്മൾ ഈ അധ്യാപകരാവണം എന്ന് പറഞ്ഞ് നടക്കുന്നതേ അത്യാവശ്യം വലിയൊരു പ്രോസസ്സിന് ശേഷമാണേ. 3 വർഷം ഡിഗ്രി, 2 വർഷം PG, 2 വർഷം BEd. ഇനി കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലോ PG കോഴ്സ് ആകെ മൊത്തം ലാഗ് ആക്കി ഏതാണ്ട് 3 വർഷം നീളും. അതായത് ലൈഫിൽ ഏതാണ്ട് വിലപ്പെട്ട 7 തൊട്ട് 8 വർഷങ്ങൾ വരെ ഗുദാഹവ. ഇനി അത് കഴിഞ്ഞാലോ കേറ്ററ്റ് എന്ന് പറഞ്ഞൊരു വില്ലനുണ്ട്. അവനെ കിട്ടാൻ അത്യാവശ്യം എളുപ്പമാണ്, പക്ഷേ മറ്റൊരാളുണ്ട് സെറ്റ്. അയാൾ ഇത്തിരി മുടയാ. ഇവരെല്ലാം വരുതിയിലാക്കി എക്സാം എല്ലാം ക്വാളിഫൈ ആയി ഇതിനിടയിൽ ചെറിയൊരു കല്യാണവും അത് കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാലും ഒക്കെ ആവുമ്പോൾ അതാ വരുന്നൊരു PSC നോട്ടിഫിക്കേഷൻ. UPSC 2023, കാറ്റഗറി നമ്പർ 707/2023. നമ്മുടെ കഴിഞ്ഞ UPSC പരീക്ഷയെ അത് തന്നെ. 2023 ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം നടന്നത് 2024 ജൂലൈ 6. പിന്നെ പലരും ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഈ എക്സാമിൽ തന്നെ തടഞ്ഞ് മൂക്കും കുത്തി വീഴും. ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ് ഏതാണ്ട് 1 കൊല്ലത്തോളം ഇന്റർവ്യൂവിനായിട്ടുള്ള കാത്തിരിപ്പ്. ഒടുവിൽ ഇന്റർവ്യൂ നടന്നതോ 2025 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിട്ടാണ്. ഓർക്കണം സുഹൃത്തെ, 2023 ഡിസംബറിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇന്റർവ്യൂ ആണ് 2025 നടന്നത്. ഏതാണ്ട് 1.5 കൊല്ലം. ഒടുവിൽ 2025 ഒക്ടോബർ 10 ആ മഹത്തരമായ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നു. എന്നിട്ടോ ഇപ്പോ 2026 ഫെബ്രുവരി മാസമായി. 8 ജില്ലകളിലെ 1ാം റാങ്കുകാരന് പോലും ഇതുവരെ ജോലിയില്ല. ഇത്രയും വിഷമങ്ങളുടെയും അതുപോലെ തന്നെ സ്ട്രെസ്സിന്റെയൊക്കെ ഇടയിലാണ് നമ്മൾ ഓൾറെഡി ഉള്ള റാങ്ക് ലിസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നതും അതുപോലെ മറ്റുള്ള ടീച്ചിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടിയാണ് നിങ്ങളുടെ ജോലി ആയില്ലേ മോളെ എന്ന അളിഞ്ഞ ചോദ്യം. സോ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് നെക്സ്റ്റ് ടൈം വെൻ യു സീ എ PSC ആസ്പിരന്റ്, സ്റ്റോപ്പ് ആസ്കിങ് ഹിം ജോലി ആയില്ലേ. അല്ല, ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചാലും നമ്മൾ ഇളിച്ചുകൊണ്ട് നിൽക്കും. ബിക്കോസ് കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല.